സുഹൃത്തുക്കളെ നമസ്കാരം. ഞങ്ങളൊരു യാത്രയിലാണ്. ഇപ്പോൾ ഈ നിൽക്കുന്നുണ്ടല്ലോ, പൊന്മുടി ഡാമിൻ്റെ മുകളിലാണ്. എൻ്റെ കൂടെ ഇന്ന് 3 സുഹൃത്തുക്കൾ കൂടെ ഉണ്ട്. അവരെ പരിചയപ്പെടാം. എൻ്റെ പേര് രാജൻ. ഞാൻ ധനചന്ദ്രൻ. എൻ്റെ പേര് KN ശിവദാസൻ. ഞാനും ഈ ഡാമൊക്കെ കാണാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ വിരാടം വിനോദം ദ 60+ യങ്സ്റ്റർ ബാം കം ലെറ്റ്സ് ഗോ ധനുഷ്കോടി സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ദിനേന്ദ്രൻ സാറിനെ ഞങ്ങൾ മൂവാറ്റുപുഴ ടൗണിൽ നിന്നും കൂടെ കയറ്റി. രാജൻ സാറിനെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീടിനടുത്തു നിന്നും കല്ലൂർക്കാട് നിന്നും കൂടെ കയറ്റി. പോയ വഴിക്ക് മൂവാറ്റുപുഴ കലൂരിൽ അവിടെ ഇറങ്ങി ഞങ്ങളൊരു ഭക്ഷണം കഴിച്ചു. അവിടെ കണ്ടപ്പോൾ നാരങ്ങ മുട്ടായി, ഗ്യാസ് മുട്ടായി ഒക്കെ ഉണ്ട്. അതുമൊക്കെ വാങ്ങി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണ്. യാത്ര തൊടുപുഴ ഊന്നുകല്ല് റൂട്ടിൽ ഞങ്ങൾ നേര്യമംഗലം ലക്ഷ്യമാക്കിയാണ് ഇപ്പോൾ പോകുന്നത്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകൾ നമ്മൾ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണം. കാരണം ഒരുപാട് കാഴ്ചകൾ ഈ വീഡിയോ സീരീസിൻ്റെ അവസാനം വരെയുണ്ട്. ഇത് തൊടുപുഴ ഊന്നുകല്ല് റോഡാണ്. അങ്ങനെ ഊന്നുകല്ല് റോഡിൽ നിന്നും ഊന്നുകല്ലിലെത്തി ഞങ്ങൾ നേര്യമംഗലത്തെത്തി. നേര്യമംഗലത്ത് നിന്നും ഞങ്ങൾ ഇടുക്കി റോഡിലേക്കുള്ള വഴിയിലേക്ക് കയറുകയാണ്. വീഡിയോ പിടിക്കുന്നതിൽ പല എക്സ്പെരിമെൻസും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ക്യാമറ ഇങ്ങനെയൊക്കെ നീങ്ങുന്നത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ കാഴ്ചകൾ നിങ്ങളിൽ എത്തിക്കാൻ സാധിക്കും. അങ്ങനെ ഞങ്ങളിപ്പോൾ പൊന്മുടി ഡാമിൻ്റെ മുകളിലെത്തി. പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകൾ ആണ് നമ്മൾ ആദ്യമായിട്ട് ആസ്വദിക്കുന്നത്. ഒരു സ്റ്റോപ്പ് ഓവർ എന്ന് പറയാൻ ഞങ്ങളൊന്ന് നിന്ന് അവിടെ നിന്നൊന്ന് കാണുകയാണ്. അപ്പം പൊന്മുടി ഡാമിൻ്റെ മുകളിലൂടെ കയറി മുകളിലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നമുക്ക് നിന്നിട്ട് പൊന്മുടി ഡാം കാണാനായിട്ട് സാധിക്കും. ഓർഡിനറി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ബിജു മേനോനും ആസിഫ് അലിയും കുഞ്ചാക്കോ ബോബനും ഒക്കെ തകർത്തവരും അഭിനയിച്ച സിനിമയുടെ ക്ലൈമാക്സ് സീൻ ഷൂട്ട് ചെയ്തത് ഈ പൊന്മുടി ഡാമിൻ്റെ മുകളിൽ വെച്ചാണ്. കൂടാതെ നമ്മൾ ആദ്യം പരിചയപ്പെട്ട നമ്മുടെ KN ശിവദാസൻ, അദ്ദേഹം ഈ ഡാമിൻ്റെ മെയിൻ്റനൻസിൻ്റെ എൻജിനീയറായിരുന്നു കുറേ കാലത്തേക്ക്. ഈ യാത്ര ചെയ്യുന്ന ഞങ്ങൾ 4 പേരും KC ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്ത ആൾക്കാരാണ് കേട്ടോ. റിട്ടയർമെൻറ്റിന് ശേഷം ആണ് ഞങ്ങളിങ്ങനെ യാത്ര തുടങ്ങിയത്. പല യാത്രകളും ചെയ്തിട്ട് അതിലൊരു യാത്രയുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമുള്ള രണ്ടാമത്തെ വീഡിയോ ആണിത്. ഞങ്ങളൊന്നിച്ച് ഒരു കന്യാകുമാരി ട്രിപ്പ് ചെയ്തിരുന്നു. അന്ന് നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങി വരുന്ന സമയമായതുകൊണ്ട് അതുപോലെയുള്ള ഷൂട്ടിങ്ങുകളൊക്കെയാണ് നടത്തിയത്. ഇന്നും ഞങ്ങളൊരു പ്രൊഫഷണൽ അപ്രോച്ചിലേക്ക് ആയിട്ടില്ല, എങ്കിലും ചില ശ്രമങ്ങൾ നമ്മളുടേതായ രീതിയിൽ നടത്തി നോക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഒന്ന് രേഖപ്പെടുത്തുമല്ലോ. എന്ത് ഭംഗിയാണ് ഈ സ്ഥലമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. കാണാൻ ഭയങ്കര ഭംഗിയും നല്ല കാറ്റും, അതുപോലെ ഒരു മഴ കഴിഞ്ഞതിൻ്റേതായിട്ടുള്ള ഒരു അന്തരീക്ഷവുമായിട്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഈ പൊന്മുടി ഡാമിൻ്റെ പ്രദേശം. ഇനി നമ്മൾ ഇവിടുന്ന് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സുന്ദരിയായിട്ടുള്ള രാജകുമാരി പള്ളി. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. ഞങ്ങളുടെ യാത്ര ഇങ്ങനെ തുടരുകയാണ്. രാജകുമാരിയിലെത്തി. രാജകുമാരിയിൽ നിന്ന് നമ്മൾ പൂപ്പാറയിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 സൈഡിലും തേയിലത്തോട്ടങ്ങളും മഞ്ഞും ഒക്കെ വീണ് കിടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് പൂപ്പാറ. അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും ഒക്കെ സൗകര്യങ്ങളുള്ള സ്ഥലമാണ്. പൂപ്പാറയിൽ നിന്നും നമ്മൾ ഇനി ബോഡി മെട്ട് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ള ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് തരുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മുടെ ചെക്ക് പോസ്റ്റ് വരും.
അങ്ങനെ നമ്മൾ ബോഡിമെട്ട് ചെക്ക് പോയിന്റിലെത്തി. നമ്മുടെ ചെക്ക് പോയിൻ്റാണ് ഇവിടെ ഗണേശോത്സവത്തിൻ്റെയൊക്കെ ആഘോഷങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരുപാട് പ്രാവശ്യം ഇതിലെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും മെട്ടും കുന്നും ഒക്കെ ഞങ്ങളുടെ സംശയവും ഡിസ്കഷൻ്റെ ഭാഗവും ഒക്കെയാണ്. ഈ റോഡും ഭയങ്കര രസമാണ് കാണാനായിട്ട്. ബോഡിമെട്ട് ഹെയർ പിന്നുണ്ട്. ബോഡിമെട്ട് ഹെയർ പിൻ എന്ന് പറയുന്നത് ബോഡിമെട്ടൊന്നും ബോഡി നായ്ക്കന്നൂർ വരെയുള്ള ഹെയർ പിന്നാണ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളൊരിടത്ത് നിർത്തി. താഴെ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഈ തടാകം മാനയിറങ്കൽ ഡാമിൻ്റെ റിസർവോയറിലെ വെള്ളമാണ് താഴെ കാണുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ 2 ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പതിയെ വീണ്ടും താഴേക്ക് ഇറങ്ങുകയാണ്. NH85 ഭാഗമാണ് ഈ റോഡ്. ഈ ബോഡിമെട്ടിൽ നിന്ന് ബോഡി നായ്ക്കന്നൂർ വരെ 17 ഹെയർ പിൻ വളവുകളുണ്ട്. ഒരു ചുരമാണ്. ആ ചുരം ഇറങ്ങി നമ്മൾ താഴെ ചെന്ന് കഴിയുമ്പോഴാണ് ബോഡി നായ്ക്കന്നൂർ. ഇടയ്ക്കൊന്ന് മഴ ചാറിയായിരുന്നു. ആ മഴച്ചാറ്റിലും ഒക്കെ കൊണ്ടിട്ടാണ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങുന്നത്. ഇവിടെ ബോർഡ് വച്ചിരിക്കുന്നത് കാണാം. മധുരൈ, തേനി എന്നുള്ള ബോർഡുകളൊക്കെ കാണാം. ഗണേശോത്സവത്തിൻ്റെ ആഘോഷമാണ് നമ്മൾ ഈ പുറകിൽ കേൾക്കുന്നത് കേട്ടോ. ഈ വഴി മധുരയ്ക്ക് പോകുന്നതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഇറങ്ങി ഒന്ന് കാഴ്ചകൾ ആസ്വദിക്കേണ്ട ഒരു സ്ഥലമാണ് ഈ സ്ഥലം കേട്ടോ. നല്ല മേഘങ്ങൾ അല്ലെങ്കിൽ മിസ്റ്റ് ഇങ്ങനെ ഒഴുകി വരുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. താഴെ ബോഡി നായ്ക്കന്നൂർ ടൗൺ കാണാൻ പറ്റും. തേനിയുടെ കുറേ ഭാഗങ്ങൾ കാണാൻ പറ്റും. ഇവിടെ ഒരു ചെറിയൊരു കടയുണ്ട്. ആ കടയുടെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ കയറി നിന്ന് കഴിഞ്ഞാൽ നല്ല വിശാലമായ കാഴ്ചകൾ കാണാം. ഒന്ന് നോക്കി എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ. നീലപ്പും കാർമേഘവും നല്ല കാറ്റുമാണ് ഇവിടെ. ഭയങ്കര രസമുള്ള ഒരു സ്ഥലമാണ് കാണാനായിട്ട് ബോഡിമെട്ട്. കുറേ വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോൾ ഇവിടുന്ന് ഇനി ഹെയർ പിന്നുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 17 ഹെയർ പിന്നുണ്ട്. ഏതാണ്ട് 18.5 കിലോമീറ്റർ ദൂരമുണ്ട് ബോഡിമെട്ടിൽ നിന്നും ബോഡി നായ്ക്കന്നൂർ ഈ ഘാട്ട് റോഡിന്, ഈ ചുരത്തിന്. ഇറങ്ങിപ്പോകുന്തോറും പ്രകൃതിയുടെ ഭംഗി, ആ നിരപ്പായ പ്രദേശങ്ങൾ കാണാം. താഴെ ആ പച്ചപ്പ് കാണുന്നത് ഭൂരിപക്ഷവും തെങ്ങിൻ തോപ്പുകളാണ് കേട്ടോ. വളരെ ദൂരെയാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഒരിടത്ത് ഒരു ഗ്യാപ്പ് കണ്ടിടത്ത് നിന്നു. അവിടെ നിന്നും 2 ഫോട്ടോയൊക്കെ പിടിച്ചാണ് ഞങ്ങൾ പോകുന്നത്. കേരളത്തിലെയും ഇങ്ങോട്ടും ഇറങ്ങിയപ്പോഴുള്ള കാലാവസ്ഥയിലെ ആ വ്യത്യാസം നമുക്ക് ശരിക്കും ആ പച്ചപ്പിൽ തന്നെ കാണാൻ പറ്റും. നമ്മൾ അവിടുന്ന് ബോഡിമെട്ട് എത്തുന്നതിന് മുമ്പ് വരെ നല്ല പച്ചപ്പായിരുന്നെങ്കിൽ ഇവിടെ ഒരുതരം വിളറിയ പച്ചപ്പാണ്. അതായത് വേനലിൻ്റെ ആഘാതം ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വീണ്ടും നമ്മൾ ഇവിടുന്ന് വീണ്ടും യാത്ര തുടരുകയാണ്. നമ്മുടെ യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ലെവലിലെത്തി കേട്ടോ. ബോഡി നായ്ക്കന്നൂരെത്തി. ലെവൽ ഗ്രൗണ്ടിലെത്തി. തമിഴ്നാടിൻ്റെ മണ്ണിലെത്തി. ഇതാണ് ബോഡി നായ്ക്കന്നൂർ ടൗണിലൂടെയാണ് നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ റോഡുകളൊക്കെയാണ്. അത് NH ആണെന്ന് ഓർക്കണം. NH ആ ടൗണിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നമ്മൾ വീണ്ടും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തെങ്ങിൻ തോപ്പുകൾ നമുക്ക് ധാരാളം കാണാം. കേരളത്തിൽക്കാളും കൂടുതൽ തെങ്ങുകൾ ഇപ്പോൾ തമിഴ്നാട്ടിലാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അത് ഭയങ്കരമായി പല കളറുകൾ അടിച്ചിട്ടുള്ള ബസ്സുകൾ. 2 സൈഡിലും പുളിമരം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കാണാം. പച്ച നിറത്തിലുള്ള പല്ലവൻ ട്രാൻസ്പോർട്ടാണെന്ന് തോന്നുന്നു. ഇപ്പോൾ അങ്ങ് കടന്നുപോയി. ഇവിടെ കണ്ട ഒരു സംഗതി നമ്മുടെ നാട്ടിൽ എന്തോ ഭാഗ്യത്തിന് വന്നിട്ടില്ല. കല്യാണത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ടുള്ള ഹോർഡിങ്സുകളാണ് നമ്മൾ ഈ കാണുന്നത്. ഹോർഡിങ്സുകളും ബാനറുകളും ധാരാളമുണ്ട്. ഇവിടുന്ന് തമിഴ്നാട്ടിൽ നമ്മൾ ബോഡി നായ്ക്കന്നൂരിൽ ഇവിടുന്ന് പോന്നു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഈ ഒരു ആഘോഷം കാണാം.
നാട്ടുകാരോ വീട്ടുകാരോ ആരോ ഒക്കെ സ്പോൺസർ ചെയ്യുന്നതാണ് ഇതെന്നാണ് നമ്മുടെ ഒരു വിശ്വാസം. അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ തേനി പട്ടണത്തിലേക്ക് ഞങ്ങൾ കടന്നു. ഉച്ചയായി. ഓഗസ്റ്റ് 27 ഗണേശ ചതുർത്ഥിയുടെ ദിവസമാണ് ഞങ്ങൾ യാത്ര നടത്തുന്നത്. ആ തേനി ടൗണിലെ ഒരു ബ്ലോക്കിൽ നമ്മൾ പെട്ടുപോയി. അപ്പം വിശക്കുന്നതിനൊരു ഹോട്ടൽ തപ്പിയാണ് ഇനിയുള്ള യാത്രകൾ. ഭക്ഷണം കഴിച്ചു വേണം നമ്മളുടെ അടുത്ത സ്ഥലത്തേക്കുള്ള മധുരയ്ക്കുള്ള യാത്ര തുടരാനായിട്ട്. ഈ കണ്ണാടിയിൽ പുറകോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം എന്തോരം വണ്ടിയാണ് അവിടെ ബ്ലോക്കായി കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടല്ലേ. ഇനി ഭക്ഷണം തപ്പിയുള്ള യാത്രയാണ്. ഉച്ചയായി. അപ്പോൾ തേനി പട്ടണം കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത് വടവീര നായ്ക്കർപാട്ടി എന്ന് പറയുന്നൊരു സ്ഥലമാണിത് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അവിടെ മാരുതി എന്ന് പറയുന്നൊരു ഹോട്ടലിൽ ഞങ്ങൾ കയറി. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് ഇനി യാത്ര. രാജൻ സാറും ദിനേന്ദ്രൻ സാറും താളി മീൽസും, ഞങ്ങൾ മട്ടൻ ചുക്ക ബിരിയാണിയും ആണ് ഓർഡർ ചെയ്ത് കഴിച്ചത്. എന്താണെങ്കിലും നോൺ വെജ് കഴിച്ച് തന്നെ തുടങ്ങാൻ തോന്നുന്നു. ഞങ്ങളുടെ മട്ടൻ ചുക്ക ബിരിയാണിയാണ് നടന്നു വരുന്നത്. ഇതാണ് ആ സാധനം. അപ്പോൾ തെറ്റില്ലാത്തൊരു ഭക്ഷണമായിരുന്നു കേട്ടോ, വലിയ കുഴപ്പമില്ലാത്തൊരു ഭക്ഷണമാണ്. ഇവിടുത്തെ ഭക്ഷണം കഴിച്ച് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ കം ലെറ്റ്സ് ഗോ ധനുഷ്കോടിയുടെ 2ാം ഭാഗം ഉടനെ വരുന്നതായിരിക്കും. ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദി.